ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജി എന്താണ്, സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഓഫേഴ്സ് നമ്മൾ ഇടുന്നതാണ്, അപ്ഡേറ്റ് അറിയിക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കൗണ്ട് പോലെ തരാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ആവരുതല്ലോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഓഫർ അറിയിക്കാം. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് എനർജി എന്താണ്? സിക്സ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് എനിക്ക് വന്നിട്ടുണ്ട്. കറൻറ്റ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. 10 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾ, ഒരു കാർഡും കൂടി എടുക്കാം. 2 ഓഫ് സോർഡ്സ് ആണ് കേട്ടോ. ഇവിടെ ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. സോ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് കാരണമായിട്ടുള്ള ആ സിറ്റുവേഷൻ എന്താണോ അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. സോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പം വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെ എന്തുമാകാം. മൂന്നാമതായിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമതായിട്ട് നിൽക്കുന്ന എന്തും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, അത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിവിടെ പെൻഡക്കിൾ എനർജി ഒരുപാട് കണ്ടിട്ടുണ്ട്. ഫിനാൻഷ്യലി ഉള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ ഒരു കരിയർ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ജോലി ബേസ് ചെയ്തിട്ടോ സ്റ്റക്കായി നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, അതായത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അവർ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ആ ഒരു സ്ട്രെസ്സിൽ അവർ നിങ്ങളെ മാറ്റി നിർത്തുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമെങ്കിൽ ഇപ്പം ആ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, എനർജി മാറിയിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്, അവർക്ക് അബണ്ടൻസ് കിട്ടിയിട്ടുണ്ട്. അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് അവരുടെ കയ്യിലേക്ക് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവരുടെ കയ്യിലേക്ക് എല്ലാം തന്നെ വന്നു ചേരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റീസണായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് അതാണെങ്കിൽ അതിനിവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വന്നതും അത് തന്നെയാണ്. ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് അവർക്ക് മാറി വരുവാണ്, അവർ ഓക്കെ ആവുകയാണ്, ബാലൻസ് ആവുകയാണ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, ഒരു പുതിയ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു കാര്യത്തിൽ പുതിയ തുടക്കം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എനിക്കിവിടെ ഒരു ഫാമിലി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ, ഇവിടെ ആ തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുന്നത് അവർ ആ ഫാമിലിയുടെ കൂടെ ഹാപ്പിയാണ്. ഓക്കെ, ഹാപ്പിയാണ്, എനർജി ബേസ് ചെയ്ത് അവർ ഹാപ്പിയാണ്. ബട്ട് അത് അവർ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ, അത് ആരോ ആയിക്കോട്ടെ, അവരുമായിട്ട് നിങ്ങളുടെ ഈ പേഴ്സൺ വളരെ ഹാപ്പിയാണ്. പക്ഷേ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഹാപ്പി അല്ല. കാരണം ഇവിടെ എനിക്ക് അവസാനം വന്നിട്ടുള്ള ഒരു എനർജി കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. ഈ ഒരു കാർഡ് പറയുന്നത് ഡിസിഷൻ എടുക്കാനുള്ള അവരുടെ ഒരു ഡിഫിക്കൾട്ട് സ്റ്റേജ്, അല്ലെങ്കിൽ അവർക്ക് ചോയ്സ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ലല്ലോ.
അപ്പം പുറത്ത് മാത്രം ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് കരുതി അവരത് ചെയ്യുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ അവർ ഒട്ടും ഹാപ്പി അല്ല. സോ അവരുടെ എനർജി അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, ആൻഡ് കുറച്ചുകൂടി കാർഡ്സ് എടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ സ്നേഹത്തിൻ്റെ കാർഡ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ റീഡിങ്സ് കാണുന്ന ഒരുപാട് പേരുടെ ഇടയിലും വ്യക്തികളാണ് ഒരു റീസൺ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ചിലരുടെ എനർജിയിൽ മാത്രമാണ് ഈ ഒരു പെൻഡക്കിൾ എനർജി, അതായത് ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കാണിച്ചത്. ഓക്കെ, അവർക്കത് ആ ഒരു എനർജി മാറിയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ പേഴ്സൺസിനെ കാണിക്കുന്നത് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുന്നേ അവർക്ക് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ സ്ട്രോങ് തന്നെയാണ്, ബട്ട് ഹാപ്പിയാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ഹാപ്പി അല്ല, അവർക്ക് കൺഫ്യൂഷനാണ്, അവർ ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട്, ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് തിങ്ക് ചെയ്യുന്നുണ്ട്, ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം അവരെന്താ ചെയ്യുന്നത്, ഇപ്പം അവർ ഏതിലാണോ നിൽക്കുന്നത് അതിൽ തന്നെ അവരിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ പോകുന്ന സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് പോവുകയാണ്. ഓക്കെ, അവർ ബാക്കിയുള്ളതിനെ അവോയ്ഡ് ചെയ്യുകയാണ്. മേ ബി അത് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ആൻഡ് ഇവിടെ എനിക്ക് നൈറ്റ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ് വന്നത്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്, അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മെൻ്റലി സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി കാണിക്കുന്നുണ്ട്. ഇവിടെ ഫിനാൻഷ്യലി ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു എക്സ്ട്രാ മരീറ്റുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം അത് റെസ്പോൺസിബിലിറ്റി ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആണ്. ഇനിയിപ്പോൾ അല്ല, നിങ്ങളെക്കാൾ മുന്നേ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണ്, ആ വ്യക്തി ഉണ്ടായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതാണെങ്കിൽ അതും റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഉണ്ടായിട്ടും ഒരു ചീറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നപ്പം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തൊരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ സഹായിക്കുക, അല്ലെങ്കിൽ നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി എങ്കിൽ അത് സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇവർ തമ്മിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട്. ആൻഡ് ഇവിടെ വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൻഡ്സ് എന്ന കാർഡാണ്. പലതരത്തിലുള്ള അട്രാക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പലതരത്തിൽ അട്രാക്ഷൻ എന്ന് പറയുമ്പം എല്ലാ തരത്തിലും ഇവർ തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സിനെ കാണിക്കുന്നതാണ് ആ കാർഡ്സ്. സോ കറൻ്റ്ലി ഇവർ തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യുന്നതുണ്ടെങ്കിലും മനസ്സിൽ സന്തോഷമില്ല. ആ ഒരു പോസിറ്റീവ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ബാക്കി പറഞ്ഞിട്ടുള്ള തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ സ്ട്രോങ് തേർഡ് പാർട്ടിയാണ്, അവരുടെ കൂടെയുള്ള ആ ഒരു എനർജിയൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ളതിനെ വിചാരിച്ച് വെക്കണ്ട. അവർ പോസിറ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയതിൽ നിന്നും വിചാരിക്കേണ്ടത് അവർക്ക് കൺഫ്യൂഷനുണ്ട്. ഓക്കെ, അവർ ഡിസിഷൻ എടുത്തിട്ടില്ല, അവർ റിയാലിറ്റിയിൽ നിന്ന് മൂവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവർ ഡിസിഷൻ എടുക്കുമോ അല്ലെങ്കിൽ എന്താണ് തേർഡ് പാർട്ടി എന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ആരാണ്, റെസ്പോൺസിബിലിറ്റി ആണോ അല്ലെങ്കിൽ ആരാ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്കിവിടെ ആ റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതൽ കാണിക്കുന്നത്. അവർക്ക് വാല്യൂ കൊടുക്കേണ്ട ഒരു പ്ലേസ് ആണത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. കാരണം അവരവിടെ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, അവരെ നോക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഈ റീസൺ ആണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടിക്കുള്ള ഒരു കറൻറ്റ് എനർജിയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു എന്താ പറയുക, ഈ ഡിസിഷൻ മാറുമോ, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്ന രീതിയിൽ ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ എന്താ നടക്കുക എന്നുള്ളത് നോക്കാം. നയൻ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഇവർക്ക് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ മൂവ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടുവരും, തേർഡ് പാർട്ടീനെ അവർ മാറ്റി നിർത്തും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് അവരത് കാണിക്കുന്നത്. നയൻ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സാഡായിട്ടിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണിക്കുന്നത്. അതായത് ഡിസിഷൻ എടുത്തേ പറ്റൂ എന്ന് വിചാരിച്ച് ഡിസിഷൻ അവരെടുക്കും എന്നുള്ളത്. ഓക്കെ, എനിക്ക് 8 ഓഫ് വാൻഡ്സ് ഇവിടെ റിവേഴ്സ്ഡ് ആണ് എനിക്ക് വന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗുഡ് ന്യൂസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആണ്.
അതായത് ഇവർ ഈ തേർഡ് പാർട്ടീനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് ഉടനെ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ലേറ്റാണ്. സഡൻ ആയിട്ട് പെട്ടെന്നൊരു ചേഞ്ച് ഒന്നും നടക്കത്തില്ല. കുറച്ച് ഡിലേ ആണ്. ഓക്കെ, ഡിലേ ആയിട്ടേ അത് സംഭവിക്കത്തുള്ളൂ. ഒരു ഗുഡ് ന്യൂസ് കിട്ടാൻ കുറച്ച് ഡിലേ ആണെന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. വെയിറ്റിംഗ് ആണ് ഇവർ. ഓക്കെ, ഇവർ വെയിറ്റിംഗ് ആണ്, പ്ലാനിങ് ആണ്, അവർക്ക് ഐഡിയാസുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇത് കണ്ടോ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള 4 ഓഫ് കപ്സാ. നമ്മളിവിടെ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആണ് നോക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ വരുന്ന സമയത്ത് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചു വെക്കുകയാണ്. സ്നേഹത്തെ വിട്ടുകൊടുക്കാനൊന്നും അവർ തയ്യാറല്ല. അവർക്ക് സ്നേഹം വേണം. ഓക്കെ, അപ്പം സ്നേഹം വേണം. അവർ മിസ് ചെയ്യുന്നുണ്ട്, അവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അവർ ബാക്കോട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ ആ കാര്യങ്ങളായിരിക്കാം, അവരെന്തൊക്കെയോ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ സ്നേഹം വിട്ടുകൊടുക്കാനൊന്നും അവർക്ക് പറ്റത്തില്ല. അപ്പം ഈ ജഡ്ജ്മെൻറ്റ് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പം കർമ്മയാണ്. കർമ്മ അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ അവർക്ക് അതിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് യൂണിവേഴ്സ്. അതാണ് ഈ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് വരുമ്പം നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് അവർ എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അവരൊരു സൈക്കിളിലൂടെ കടന്നു പോവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്ന കാർഡ് അവരുടെ നെക്സ്റ്റ് ആക്ഷനായിട്ട് അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞ് വരും, അല്ലെങ്കിൽ തേർഡ് പാർട്ടീനെ റിമൂവ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ജഡ്ജ്മെൻറ്റിൻ്റെ ശേഷം നെക്സ്റ്റ് ആക്ഷനായിട്ട് അത് തന്നെ ആയിരിക്കാം അവർ എടുക്കുന്നത്. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ജഡ്ജ്മെൻറ്റ് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് ശേഷം മാത്രമേ അവർ സ്ട്രോങ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ സ്ട്രോങ് പേഴ്സൺ ആയിട്ടൊരു ഡിസിഷൻ എടുക്കത്തുള്ളൂ എന്നുള്ളത് കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരിക്കലും സ്നേഹം, ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അവർക്ക് നിങ്ങളുടെ സ്നേഹം വിട്ടു പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചില ആളുകൾ വിചാരിക്കും ഇത്രയും സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് അത്രയും സ്ട്രോങ് ആണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയിട്ടിരിക്കുമ്പം എങ്ങനെയാണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുക, അല്ലേ? മനുഷ്യനായതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ജഗിളിങ് ഉണ്ടാവും, അവർക്കൊരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് അവർക്ക് തമ്മിൽ. മേ ബി കൊടുക്കൽ വാങ്ങലായിരിക്കാം. ഓക്കെ, അത് ഏത് ടൈപ്പും കൊടുക്കൽ വാങ്ങൽ ബന്ധമൊക്കെ ഉണ്ടായിരിക്കാം. ഫിനാൻഷ്യലി ഒക്കെ നോക്കുമ്പം ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് സാധ്യമായ കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാന്നുള്ളത്. ഓക്കെ, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ളതാണോ, എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യുക. ഓക്കെ, അതുപോലെ അവരോട് പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സ്വീകരിക്കുന്നതും സ്വീകരിക്കാണ്ടിരിക്കുന്നതും എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഈ ജഡ്ജ്മെൻറ്റ് ഒന്ന് കഴിയണം. ഓക്കെ, ഈ ജഡ്ജ്മെൻറ്റ് നല്ലതാണ്. കാരണം അവരുടെ ലൈഫിൽ അവർ റിഗ്രറ്റ് ചെയ്യണമല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലേ? കാരണം നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യം, നിങ്ങളിപ്പോൾ എത്രത്തോളം പെയിൻ അനുഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഒരു സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോയി എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അത് അത്രയും നാളും അത്രയും വാക്കുകൾ പറഞ്ഞ ആ പേഴ്സൺ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂണിവേഴ്സായിട്ട് ഇടപെടുന്നൊരു സമയമാണ്. സോ അവർ ആ സൈക്കിളിലൂടെ കടന്നു പോകട്ടെ എന്നുള്ളതാണ്. അപ്പം നമുക്കിതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിങ് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.